അധികം കാര്യങ്ങളിലും രണ്ട് അഭിപ്രായവും രണ്ട് സ്വഭാവമുള്ള ആൾക്കാരാണ് ഞാനും വിഷ്ണു. അങ്ങനെ ഇന്ന് എന്റെ അഭിപ്രായവും താല്പര്യവും മാനിച്ച് എനിക്കൊരു ബർത്ത്ഡേ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ വിഷ്ണു എന്റെ ഒപ്പം. ബർത്ത്ഡേക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിക്കുന്ന ആചാരങ്ങളിലൊന്നും വിഷ്ണുവിന് വലിയ വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഇല്ലെങ്കിലും ഞാനിങ്ങനെ ചെറുതും വലുതുമായ വട്ടൊക്കെ പറയുമ്പോൾ അധികമൊന്നും ചിന്തിക്കാതെ ഒപ്പം നിൽക്കാറുണ്ട്. അധികവും നോ കേട്ട് വളർന്ന എനിക്ക് ഇങ്ങനൊരു മനുഷ്യൻ തുടക്കത്തിലൊക്കെ ഒരു അത്ഭുതമായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് ജീവിതത്തിൽ വന്ന ഒരേ ഒരു മാറ്റം ഈ ഒരു സപ്പോർട്ടായിരുന്നു. ഒപ്പമുള്ള ആളുടെ താല്പര്യവും ആഗ്രഹമൊക്കെ അംഗീകരിക്കുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്ന റെസ്പെക്ട് അതെനിക്ക് മനസ്സിലാക്കി തന്നതും വിഷ്ണു തന്നെയാണ്. ആ ടോപ്പിക്ക് തൽക്കാലം നമുക്കവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് ഡ്രസ്സ് എടുക്കുന്നതിലായിട്ടൊന്ന് ശ്രദ്ധിക്കാം. 2-3 മണിക്കൂറത്തെ തിരയലിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു ഐറ്റം സെറ്റായി. കാര്യമായി ഇപ്പൊ നോക്കുന്നത് ആ ഷർട്ടിന്റെ വിലയാണ് കേട്ടോ. സ്റ്റൈലും പ്രൈസും അപ്രൂവ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇവനെ എടുക്കാം. സൈഡിൽ കൂടെ നൈസായിട്ട് ഞാൻ നനഞ്ഞിടം കുഴിക്കാനുള്ളൊരു ശ്രമമായിരുന്നു. പക്ഷെ അധികം ആഴം പോയില്ല. ആ ജാക്കറ്റ് ഊരിയാക്കേണ്ടി വന്നു. തൽക്കാലം കിട്ടിയത് ലാഭം എന്ന് വിചാരിച്ച് ബാഗ് എടുത്ത് നമുക്ക് ഇറക്കാം.